ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച ചെമ്മീൻ കറിയാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊടംപുളി, കോൺഫ്ലോർ, തേങ്ങാപ്പാല്, ഒന്നാം പാല്, അതുപോലെ തേങ്ങാപ്പാല്, രണ്ടാം പാല്, തക്കാളി. അടുപ്പിൽ മൺചട്ടിയിലാണ് നമ്മൾ ഈ വിഭവം ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുന്നു. ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കാം. സാധാരണ മൂപ്പിക്കുന്നത് പോലെ ഉള്ളി അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല. ഏകദേശം ചെമ്മീൻ ആകുന്ന അതേ രീതിയിൽ തന്നെ ഉള്ളിയും ആകണം. കാരണം ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ ഉള്ളി കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഏകദേശം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉള്ളി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം.
അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായിട്ട് കുറച്ചുകൂടി പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുടംപുളിയുടെ നീരും കുടംപുളിയും ഇതിലേക്ക് ചേർക്കാം. പുളി എത്രമാത്രം ഇഷ്ടമാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പുളി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ആവശ്യമെങ്കിൽ നമുക്ക് ഈ കുടംപുളി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ പുളി കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ നമുക്കിതിൽ ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ അല്പം തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിക്കാം. കറി ഏകദേശം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. രുചിയൂറുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചെമ്മീൻ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല വിഭവമാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പോസ്റ്റ് ചെയ്യുക.